ഇപ്പോൾ ഇവിടെ ഞാനൊരു തരം പൂരിയാണ് ഉണ്ടാക്കാൻ പോണത്. ഒരു വെറൈറ്റി ഡിഷാണ്. ഇമ്മ പറഞ്ഞു തന്നതാണ്. ഇപ്പോൾ ഇമ്മക്കിപ്പോൾ പണിക്കാരവിടെ ഉണ്ടായതുകൊണ്ട് ഇറങ്ങി വരാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ അതിന് ഞാൻ വേണ്ട സാധനങ്ങൾ ഞാൻ ഒരു 300 ഗ്രാം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അത് തരിച്ചെടുത്തതാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇത് പച്ചവെള്ളത്തിൽ കുഴച്ച് കൊടുത്താൽ മതി. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും കാണണം. അപ്പോഴേ നിങ്ങൾക്ക് പിന്നെ എന്തൊക്കെയാണ് ഇതിൽ ചേർക്കണത് എന്നുള്ളത് കാണാൻ പറ്റുള്ളൂ. ഇത് 2 സ്റ്റേജായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക. വെള്ളം അധികം കൂടി പോകണ്ട കേട്ടോ. അയച്ച് നല്ല ടൈറ്റും ആവരുത്, അധികം കൂടിയും പോവരുത്. പിന്നെ ഇത് കുഴച്ചിട്ട് കുറേ സമയം ഇരിക്കൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനും ഉമ്മാൻ്റെ കൂടെ നെയ്വേലിയിലായിരുന്നു 5 വർഷം. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഇത് കുറേശ്ശൊക്കെ അറിയാം. അപ്പോൾ ഉമ്മയാണ്, ഞാൻ മറന്നിരുന്നു, ഉമ്മയാണ് ഇപ്പോൾ ഇത് ഓർമ്മിപ്പിച്ചത് ഇങ്ങനൊരു ഇതുണ്ടല്ലോ എന്ന്. പിന്നെ ഇതിൻ്റെ മുന്നേ ബാദസ് ഉണ്ടാക്കുന്ന ഒരു കമൻറ്റിൽ ഒരാൾ പറഞ്ഞിരുന്നു, നിങ്ങൾ ഉമ്മാൻ എന്തിനാണ് ബുദ്ധിമുട്ടിക്കണതെന്ന്. അത് ബുദ്ധിമുട്ടിക്കല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇമ്മാക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമുണ്ടേനും പക്ഷേ മടിയാണേനും. അപ്പോൾ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഉമ്മാനെ പ്രോത്സാഹിപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ ആ കമൻറ്റ് ഉമ്മാക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉമ്മ പറഞ്ഞു അതെന്താ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടിച്ചതല്ല. ഇപ്പം ഉമ്മാക്കെല്ലാം ഇൻട്രസ്റ്റ് ആട്ടോ. അപ്പം ഉമ്മ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു മിച്ചറിൻ്റെ. അപ്പം ഉമ്മ തന്നെ അത് പറയണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് ഉമ്മ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഉമ്മ ഇത് ഇന്നലെ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞായിരുന്നേ. നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നലെ പിന്നെ ഞാൻ വേറൊരു വീഡിയോയും കൂടി എടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടാത്തതുകൊണ്ട് വേണ്ട മഞ്ഞ് നാളെ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് വീട് അടുക്കള ക്ലീൻ ചെയ്യലും അങ്ങനത്തെ പണികളൊക്കെ ഉള്ള കാരണം ഒറ്റയ്ക്ക് തന്നെ ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കഴിയുന്നില്ലമ്മ, നാളെ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയത്, ഈത്തപ്പഴം, ഇത് ഓപ്ഷനിലാണ്, ബദാം പരിപ്പാണ്. പക്ഷേ എൻ്റെ അടുത്ത് അണ്ടിപ്പരിപ്പില്ല, അതുകൊണ്ട് ഞാൻ ബദാം പരിപ്പ് എടുത്തിട്ടുള്ളത്. ഇനി അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിലും ബദാം പരിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കട്ടോ. ഇത് മുന്തിരി കട്ട് ചെയ്തതാണ്. പഞ്ചസാര 3 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. കാരണം മുന്തിരിയിലും മധുരം ഉണ്ടാവും, നമ്മളെ പിന്നെ ഈത്തപ്പഴത്തിലും മധുരം ഉണ്ടാവും. ഇതും ചെറുതാക്കി കട്ട് ചെയ്തതാണ്. ഏലക്കായ്പ്പൊടി 2 ഏലക്കായിൻ്റെ പൊടിയാണിത്. ഒരു നുള്ളു ഉപ്പ്, പഞ്ചസാര പറഞ്ഞല്ലോ. അപ്പം ഇത് ഒക്കെ ഒന്ന് മിക്സാക്കാം. അത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മിക്സാക്കി എടുത്താൽ മതി. പിന്നെ നമ്മൾ ഏത് മധുരമുള്ള ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്. നല്ലവണ്ണം ഒന്ന് കൈകൊണ്ട് മിക്സാക്കി കൊടുക്കുക. ബദാം പരിപ്പ് വെള്ളത്തിലിട്ട് തോല് കളഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്തതാണ്, തോലൊന്നും കളഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഈത്തപ്പഴം ഈ പിന്നെ അധികം ഡ്രൈ ആയതാണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം. ഇത് ഞാൻ കുറച്ച് ഡ്രൈ ആയത് കുറച്ച് നേരം വെള്ളത്തിലിട്ടുകാണ്ട് കുതിർത്തതാണ്. അധികം കുതിർന്നതല്ല. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യട്ടോ, അതൊക്കെ ഓപ്ഷനിലാണ്. അമ്മ രീതിയിൽ എന്തെല്ലാം തേങ്ങ ബെസ്റ്റാണ്, എന്തെല്ലാം കൂട്ടി ചേർക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങളെ ഓപ്ഷനിലാണ്. അപ്പോൾ ഞാൻ പരത്തിയെടുക്കണതിന് ബദൽ ഇതേപോലത്തെ ഒരു പ്രസ്സിൽ അമർത്തിയെടുക്കുകയാണ് ചെയ്യണത്. ഒരു തുള്ളി എണ്ണ എടുത്തിട്ട് ആദ്യം ഇതൊക്കെ ഒന്ന് ബോൾസാക്കട്ടെ. ഇനി ഒരു എണ്ണ തടവിയിട്ട് ചെയ്യുക.
ഒരു പൂരി പോലെ ഉണ്ടാക്കാൻ 2 ഉരുള വേണം. അപ്പോൾ ഇങ്ങനത്തെ 2 ഉരുള ഉണ്ടായാൽ നമുക്ക് ഒന്നുണ്ടാവുള്ളൂ, ഒരേ പൂരി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് കംപ്ലീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുക. പിന്നെ എത്ര വലിപ്പം വേണമെന്നൊക്കെ നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് തീ കത്തിക്കാണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിക്കണമെന്ന് നോക്കാം. നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാം. തമിഴ്നാട്ടിലൊക്കെ ഇത് കടലെണ്ണയിലാണ് എടുക്കാറുള്ളത്. ഞങ്ങളിവിടെ വെളിച്ചെണ്ണയിലാട്ടോ പൊരിക്കണത്. നിങ്ങൾക്ക് ഏത് എണ്ണ ആണെങ്കിലും യൂസ് ചെയ്യാം. ഇത് നിറച്ച് വെച്ചിട്ട് കുറേ സമയമൊന്നും വെച്ചിരിക്കരുത്. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പഞ്ചസാരയല്ലേ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് അലിഞ്ഞുകാണ്ട് നമ്മളെ മാവിന് ഓട്ട വരാനാവും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ആകെ 5 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. ഓവർ ചൂടും ആവണ്ട, എന്നാൽ തീരെ ചൂടില്ലാതെ ആവരുത്. നല്ല ചൂടായതിന് ശേഷം അധികം ഓവർ ചൂടില്ലാതെ പൊരിച്ചെടുത്താൽ മതി. പക്ഷെ തീരെ ചൂടില്ലാഞ്ഞാൽ നമുക്ക് എണ്ണ കുടിക്കും ചെയ്യും. നമ്മളിങ്ങനെ പോയിട്ട് കനം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് പൊരിഞ്ഞേക്കണമെന്ന് മനസ്സിലാക്കാം. പിന്നെ നല്ല മുരിയണം, എങ്കിലും ഉള്ളിൽ വേവുള്ളൂ. പിന്നെ നമുക്ക് ഇനി ഇതൊരു പഞ്ചസാര സീറിയിലൊക്കെ ഇടാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉള്ളിൽ മധുരം കൊടുക്കുമ്പോൾ കൂടുതൽ മധുരം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ഇത് പൊരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ എണ്ണ കംപ്ലീറ്റും ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 100 ml വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ഒരു 100 ml പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങൻ്റെ ഇതാണ്. അതിൽ ഞാൻ 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. നമുക്കപ്പോൾ ആ ചട്ടി തന്നെ മതി കേട്ടോ. ഒരു നുള്ളു ഉപ്പും. ഇതൊന്ന് മെൽറ്റായി വരട്ടെ.
ഇതാണ് നമ്മൾ പൊരിച്ച് വെച്ച പൂരി. അപ്പോൾ ഈ പൂരി നമുക്ക് ഈ പഞ്ചസാര ചീറിയിലിട്ട് കൊടുക്കണം. അതിന് ശേഷം ഈ തേങ്ങാപ്പൂവ് ഉണ്ടല്ലോ, ഇതുകൊണ്ട് അലങ്കരിക്കാനുള്ളതാണ്. ഇതിങ്ങനത്തെ കളർ തേങ്ങാപ്പൂവ് കടയിൽ വാങ്ങാൻ കിട്ടും. പണ്ടൊക്കെ കുറച്ച് നീളത്തിലായിരുന്നു കിട്ടിയിരുന്നത്, ഇത് പൊടിയായിട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഇതിൽ പണ്ടൊക്കെ ഉള്ളിൽ ചുവപ്പും പച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇത് മഞ്ഞയും വെള്ള എന്ന് പറയാനൊക്കത്തില്ല, റോസും മഞ്ഞയാണുള്ളത്. വെള്ളയുണ്ട്, പക്ഷെ അപ്പോൾ അത്രക്ക് നീളമുള്ളത് കിട്ടിയാലാണ് കേട്ടോ അത് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. പക്ഷേ ഇത് നമുക്ക് ഇങ്ങനത്താണ് കിട്ടിയിട്ടുള്ളത്. നീ കടയിലില്ലാത്തതുകൊണ്ടാണോ ഒന്നും അറിയില്ല. അപ്പം ഇങ്ങനത്തെ കളർ തേങ്ങാപ്പൂവ് വേണം. ഇനി അഥവാ നിങ്ങൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷം വല്ല ഓട്ടയും എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മൈദൻ്റെ പീസ് വെച്ച് കൊടുത്താണ് കേട്ടോ. ഇവിടെയും 2 പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തുക നിങ്ങൾക്ക് ഡാമേജ് അടിച്ചെടുക്കുക. ഇവിടെ മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു. അത് ലാസ്റ്റ് കുറച്ച് മാവല്ലേ ഉള്ളായിരുന്നു. അപ്പം ഇനി വേറൊരു ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടായിരുന്നു, പക്ഷേ വേറൊരു ഇതിലേക്കുള്ള കൂട്ട് മുഴുവനായിട്ടില്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് അതിൽ നിറച്ചതാണ്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ നിറച്ചതിന് ശേഷം ഇങ്ങനെ അമർത്തി കൊടുക്കുന്നത് അതിലത്തെ എയർ കളയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിലും എയർ ഉണ്ടായാലും പെട്ടെന്ന് പൊട്ടും. പഞ്ചസാര നല്ല ഒന്ന് മെൽറ്റായി വരട്ടെ, ഒന്ന് കുറച്ച് ഒട്ടുന്ന രൂപത്തിൽ വരണം. നമ്മളെ പഞ്ചസാര റെഡി ആയിട്ടുണ്ട്. നമ്മൾ തൊട്ട് നോക്കാം ഒന്ന്. അപ്പം നമുക്ക് ഇതിൽ ഓരോ പീസും ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്യാമറ വേക്കക്ക് വെച്ചിട്ട് കാണിച്ചു തരാം. 2 ആൾ വേണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഉമ്മ വരാത്തതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യുകയാണ്. മാവ് കുഴച്ചാൽ അതിക്കനായിട്ട് വെക്കണ്. അതിൽ എണ്ണൻ്റെതുണ്ടല്ലോ. അപ്പോൾ ഈ ചൂടോടെ തന്നെ നമുക്ക് ഇതിമ്മക്ക് തേങ്ങാപ്പൂവ് വിതറി കൊടുക്കാം. ഇതൊക്കെ തമിഴ്നാട്ടിലെ പലഹാരങ്ങളാണ്. നമ്മളവിടെ നിന്നാണ് ഇതൊക്കെ കണ്ടുപഠിച്ചത്. പിന്നെ അത് കംപ്ലീറ്റ് റെഡിയാക്കി എടുക്കട്ടെ. അങ്ങനെ നമ്മളെ കംപ്ലീറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കാനായിട്ട്. ഇനി വലുതാക്കിയിട്ട് ഉണ്ടാക്കിയാണ്ട് നമ്മൾ കത്തിരി കൊണ്ട് 4 കട്ട് ചെയ്ത് അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. ഇതിനും ചെറിയതാക്കിയിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ്. പിന്നെ ഇത് പുറത്ത് നിങ്ങൾക്ക് വെച്ച് 2-3 ദിവസമൊക്കെ പുറത്തിരിക്കും. അപ്പോൾ അങ്ങനെ വെക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നിറച്ച് കൊടുത്ത തേങ്ങ ഞാൻ ഒന്നും ചെയ്യാതെ കൈകൊണ്ട് വെറുതെ മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് അപ്പോൾ എന്ത് ചെയ്യണം, ഒന്ന് തേങ്ങയൊക്കെ വറുക്കലൊന്നായിട്ട് ചൂടാക്കുമല്ലോ നമ്മൾ ചട്ടിപ്പത്തിരിക്കൊക്കെ റെഡിയാക്കണ പോലെ, അങ്ങനെ റെഡിയാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരാഴ്ച വരെ തന്നെ പുറത്തിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും അയച്ചു കൊടുക്കണം. നിങ്ങൾക്ക് അറിയുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.